ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ വൺ ലൈഫ് ബൈ ലെച്ചൂസ്. അപ്പോൾ ഇന്ന് അജിക്കുട്ടൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ. അപ്പോൾ രാവിലെ എഴുന്നേറ്റപ്പോൾ തന്നെ ഞാൻ സമയം ഒട്ടും കളയാണ്ട് ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് ഇരുന്നു കേട്ടോ. അപ്പോൾ ബാക്കിൽ നമ്മൾ പതിവ് പോലെ ഒരു വൈറ്റ് തുണി കൊണ്ട് മറച്ചിട്ടുണ്ട്. ഓൾറെഡി കർട്ടൻ ഉണ്ട്, എന്നാലും ഞാൻ വൈറ്റ് തുണി വെച്ചിട്ട് അതിൽ ഹാപ്പി ബർത്ത്ഡേ ബാനർ മാത്രം ഇട്ടതിന് ശേഷം ഒന്ന് ചായ കുടിച്ചിട്ട് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം ഞാൻ എഴുന്നേറ്റ് ഉടനെ തന്നെ ഞാൻ ഡെക്കറേറ്റ് ചെയ്യാനാണ് പോയത്. കാരണം ഒട്ടും വൈകണ്ടല്ലോ, സമയം പോയിക്കൊണ്ടേയിരിക്കും. ഇങ്ങനെ വെറുതെ ഇരിക്കാൻ പോയി കഴിഞ്ഞാൽ സമയം പോകും. അപ്പോൾ സമയം പോകാതിരിക്കാൻ വേണ്ടി ഞാൻ ആദ്യം തന്നെ ഡെക്കറേഷൻ്റെ സാധനങ്ങളൊക്കെ എടുത്താണ് എഴുന്നേറ്റ് വന്നത് തന്നെ. അതിന് ചായയൊക്കെ കുടിച്ചിരുന്ന് ഞാൻ ബലൂണൊക്കെ വീർപ്പിച്ച് വെച്ചിട്ടുണ്ട്. അതിന് ഫൈനലി ഇതാണ് കേട്ടോ ഞാൻ ഡെക്കറേറ്റ് ചെയ്തത്. അവൻ്റെ ഈ 3rd ബർത്ത്ഡേ നമ്മൾ സ്പേസ് തീമിലാണ് കേട്ടോ സെലിബ്രേറ്റ് ചെയ്യാൻ പോകുന്നത്. ഞാൻ എല്ലാ ബർത്ത്ഡേയും ഇങ്ങനെ ഓരോ തീമിലായിരിക്കും സെലിബ്രേറ്റ് ചെയ്യാറുള്ളത്. അപ്പോൾ ആ തീമിനനുസരിച്ച് ഒരു ഷർട്ട് ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഞാൻ തപ്പിയെടുത്തതാണ് കേട്ടോ. ആ ഷർട്ട് കുറച്ച് ചെറുതായി പോയി, എന്നാലും ഓക്കെ ഇപ്പം എന്തായാലും കറക്റ്റ് പാകമുള്ള ഷർട്ടായിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാം ഒരു നീല വൈബിലായിരുന്നു കേട്ടോ. പിള്ളേരെയും ഞാൻ മാച്ചിങ്ങായിട്ടുള്ള ഡ്രസ്സൊക്കെ നോക്കി ഒരു നീല ഡ്രസ്സൊക്കെ ഇട്ട്, ഹസ്ബൻഡ് മാത്രം നീല ഷർട്ട് ഇട്ടുകൊണ്ട് വന്നില്ല ആൾ വീട്ടിൽ നിന്ന് വന്നപ്പോൾ. അതാണ് കേട്ടോ. അങ്ങനെ അജിക്കുട്ടൻ പിന്നെ തന്നെ കേക്ക് മുറിച്ചോളാം എന്നൊക്കെ പറഞ്ഞ് ഇത്തിരി വാശിയിലൊക്കെ ആയിരുന്നു. അതെല്ലാം അവൻ തന്നെ മുറിക്കാനായതുകൊണ്ട് നമ്മൾ അങ്ങനെയൊക്കെ സമ്മതിച്ചു കൊടുത്തു കേട്ടോ. പിന്നെ ഞങ്ങളെല്ലാവരും കൂടി നിന്നൊക്കെ മുറിച്ചു. സ്പേസ് തീമിൽ കേക്ക് തന്നെയാണ് കേട്ടോ നമ്മൾ ഓർഡർ ചെയ്തത്. ഞാൻ സ്ഥിരം ഓർഡർ ചെയ്യാറുള്ളൊരു ചേച്ചിയുണ്ട്, ഷിംന എന്നാണ് ആ ചേച്ചിയുടെ പേര് കേട്ടോ. അപ്പോൾ ഞാൻ രാമൻകുട്ടനായ സമയം മുതൽ എന്ത് ബർത്ത്ഡേ എന്ത് കാര്യം വന്നാലും സ്ഥിരമായിട്ട് ഓർഡർ ചെയ്യുന്ന ചേച്ചിയാണ്. ഹോം മെയ്ഡ് കേക്കാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ കസ്റ്റമൈസ് ചെയ്ത് നമുക്ക് എന്താ പറയുക, നമ്മൾ പറയുന്ന രീതിയിൽ കേക്ക് കിട്ടുന്നതുകൊണ്ട് വീട്ടിൽ കൊണ്ടുവന്ന് അവർ തരികയും ചെയ്യും. അപ്പോൾ ഞാൻ സ്ഥിരം ഏൽപ്പിക്കാറുള്ള ചേച്ചിയുടെ നിന്നാണ് കേട്ടോ കേക്കൊക്കെ വാങ്ങിച്ചത്. അങ്ങനെ പിന്നെ നമ്മൾ കേക്ക് മുറി കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് മാംഗോ ഫ്ലേവർ ട്രൈ ചെയ്യുന്നത്. ഞാൻ എപ്പോഴും നമ്മുടെ സാധാരണയായിട്ടുള്ള ബ്ലാക്ക് ഫോറസ്റ്റോ വൈറ്റ് ഫോറസ്റ്റോ റെഡ് വെൽവെറ്റോ അങ്ങനെയുള്ള ചോക്ലേറ്റ് അങ്ങനെയൊക്കെ പറയാറുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ആദ്യമായിട്ടും മാംഗോ ഫ്ലേവർ അജുവിൻ്റെ ബർത്ത്ഡേക്ക് നമ്മൾ ട്രൈ ചെയ്തു. പിന്നെ ഉച്ചയ്ക്ക് മന്തിയായിരുന്നു കേട്ടോ. വീട്ടിൽ നമ്മൾ പായസം മാത്രമേ ഉണ്ടാക്കിയുള്ളൂ, വേറെ ഫുഡൊന്നും വീട്ടിലുണ്ടാക്കിയില്ല. കാരണം ഓൾറെഡി ഇപ്പോൾ ഡെലിവറിയൊക്കെ കഴിഞ്ഞിരിക്കുന്നതുകൊണ്ട് തന്നെ ഓരോ തിരക്കാണ് വീട്ടിൽ. അപ്പം നമ്മൾ വിചാരിച്ചു ബർത്ത്ഡേ അല്ലേ, ഇപ്പോൾ പുറത്തുനിന്ന് ഫുഡ് വാങ്ങാം, അപ്പോൾ നമുക്കൊന്ന് റിലാക്സ് ചെയ്തിരിക്കുകയും ചെയ്യാമല്ലോ എന്നൊക്കെ വിചാരിച്ചു കേട്ടോ. അങ്ങനെ ഫുഡ് അടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ടോയ്സൊക്കെ എടുത്ത് നിരത്തി വെച്ചിട്ടുണ്ട്. അജു ഫുൾ വലിച്ചു വാരിയിട്ട് കളിക്കലും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. പിന്നെ പിള്ളേരല്ലേ, പിള്ളേരുള്ള വീട്ടിലെപ്പോഴും ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും. അവരുടെ ഹാപ്പിനെസ് ആണല്ലോ നമ്മുടെ ഹാപ്പിനെസ്. പിന്നെ ഞങ്ങൾ കുറേ നേരം ഇങ്ങനെ വെറുതെ ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞ് അമ്മമാർ അവിടെയുണ്ട്, വല്യമ്മയുണ്ട്. അജുക്കുട്ടൻ ബലൂണിലൊക്കെ നല്ല കളിയാണ്. രാമൻകുട്ടൻ ഈ സമയത്ത് ഉറങ്ങായിരുന്നു കേട്ടോ. പക്ഷേ ഞാൻ അജു ഹസ്ബൻഡിൻ്റെ വീട്ടിലായിരുന്നുകൊണ്ട് ഒരാഴ്ച ബർത്ത്ഡേ അന്ന് മുതൽ ഒരാഴ്ച എൻ്റെ വീട്ടിൽ എൻ്റെ കൂടെ നിർത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ അവനെ കൊണ്ടുവന്നത്. അപ്പോൾ ഹസ്ബൻഡ് പോയിട്ടുണ്ടായിരുന്നു ഉച്ച കഴിഞ്ഞപ്പോഴേക്കും. പക്ഷേ എന്ത് പറ്റിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അജുക്കുട്ടൻ കുഞ്ഞുവാവനെ എടുക്കാനോ അല്ലെങ്കിൽ ഫീഡ് ചെയ്യാനോ ഒന്നും സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. അവന് കുഞ്ഞുവാവ വന്നത് ഇപ്പോഴും അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഹോസ്പിറ്റലിൽ വെച്ച് ഞാൻ ഹസ്ബൻഡിൻ്റെ വീട്ടിലോട്ട് പോയതുകൊണ്ട് അപ്പോൾ സ്ഥിരം അവിടെ ആയതുകൊണ്ടും അവന് എന്തോ കുഞ്ഞുവാവന് ഞാൻ രാത്രിയൊക്കെ ഭയങ്കര ബഹളവും കരച്ചിലായിരുന്നു കേട്ടോ ഞാൻ കുഞ്ഞുവാവനെ എടുക്കണേനൊക്കെ. പക്ഷേ പിന്നെ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പിറ്റേ ദിവസം രാവിലെ തന്നെ ഹസ്ബൻഡ് വന്ന് അവനെ കൊണ്ടുപോയി. പക്ഷേ എനിക്ക് അവൻ എൻ്റെ കൂടെ നിർത്തണം എന്നായിരുന്നു. കാരണം എന്ന് വെച്ചാൽ അവൻ കൂടെ നിന്നാലല്ലേ അവനത് കൂടുതൽ അക്സെപ്റ്റ് ചെയ്യുള്ളൂ. പക്ഷെ മറ്റുള്ള ആൾക്കാരോട് പറഞ്ഞിട്ട് ആരും കേട്ടില്ല. എനിക്ക് റെസ്റ്റ് വേണമല്ലോ എന്ന് ഓർത്തിട്ട് ആരും എൻ്റെ കൂടെ അവനെ നിർത്തിയില്ല കേട്ടോ. അങ്ങനെ അത് കുറച്ച് വിഷമം ഉണ്ടാക്കി, എന്നാലും പോട്ടെ. പിന്നെ അവൻ്റെ ബർത്ത്ഡേ ഉണ്ട്, സ്പെഷ്യലായിട്ട് അമ്മ പായസം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേ ആ പായസം ഞാൻ നമ്മുടെ പഴം അരിഞ്ഞിട്ടിട്ട് കഴിക്കാം കേട്ടോ. എനിക്ക് പണ്ടൊക്കെ ഇങ്ങനെ പഴം അരിഞ്ഞിട്ട് പായസം കുടിക്കുന്നത് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു കേട്ടോ. പഴം ആയിക്കോട്ടെ പപ്പടം ആയിക്കോട്ടെ ഇനി കൂട്ടി ആരെങ്കിലും അങ്ങനെ കഴിക്കുന്ന പോലെ എനിക്കിഷ്ടമല്ലായിരുന്നു. പക്ഷേ പിന്നെ ഇപ്പം എൻ്റെ ടേസ്റ്റൊക്കെ മാറി. എനിക്കിപ്പോൾ പഴമോ പപ്പടമൊക്കെ കൂട്ടിയൊക്കെ തിന്നുന്നതാണ് കേട്ടോ ഇഷ്ടം. വീണ്ടും കുറച്ച് നേരത്തെ റെസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ അജിക്കുട്ടന് ദോശ കൊടുക്കാൻ വേണ്ടി എടുത്തു. അവൻ ദോശ വേണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ വീട്ടിൽ ആ സമയത്ത് ചെറുതായിട്ടൊന്ന് കറണ്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കറണ്ട് പോകാറുണ്ട്. അപ്പോൾ വീട്ടിൽ ഉള്ളിൽ ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇത്തിരി വെട്ടത്തിൻ്റെ കുഴപ്പമുണ്ടായിരുന്നു. അങ്ങനെ അവന് ദോശയൊക്കെ കൊടുത്തു കഴിഞ്ഞ് വീണ്ടും വെറുതെ ഇരിപ്പ് തന്നെ. അപ്പോൾ എൻ്റെ വീട്ടിൽ അന്നത്തെ ദിവസം കുടുംബശ്രീയും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അജുവിൻ്റെ കേക്കും പായസമൊക്കെ നമ്മൾ അവർക്കും കൂടി ഷെയർ ചെയ്തൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ചും കൂടി വൈകുന്നേരമായപ്പോൾ പൊരി ഉണ്ടായിരുന്നു വീട്ടിൽ. അതായത് നമ്മുടെ പള്ളത്താങ്കുളങ്ങര ക്ഷേത്രത്തിലെ ഉത്സവത്തിന് പോയിട്ടുണ്ടായിരുന്നു രാമനും വല്യമ്മയും അമ്മയും കൂടി. അപ്പോൾ പൊരി വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു.
അത് കുറച്ച് ദിവസം മുന്നേ ആണ് കേട്ടോ പോയത്. അപ്പം ഞാനത് ചായയിലിട്ട് കുടിക്കുകയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പൂരി ഇങ്ങനെ ചായയിലിട്ട് കുടിക്കാൻ കേട്ടോ. അങ്ങനെ ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. പിന്നെ രാത്രി ആയപ്പോഴേക്കും എൻ്റെ സ്പെഷ്യലായിട്ടുള്ള നവരരിയുടെ കഞ്ഞി ഞാൻ കുടിച്ചു. മിൽക്ക് ഉണ്ടാകാനായിട്ട് ഈ കഞ്ഞി വളരെ നല്ലതാണ് കേട്ടോ. ആർക്കെങ്കിലും ഈ കഞ്ഞിയുടെ റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ, അതായത് നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ ഇട്ടിട്ടാണ് ഈ കഞ്ഞി കുടിക്കുന്നത്, വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഞാനിത് സെപ്പറേറ്റ് ഒരു റെസിപ്പി എന്തായാലും ഷോർട്ടായിട്ട് ഇടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബും കൂടി ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടി ഒന്ന് ഇനേബിൾ ചെയ്തേക്കുക. അപ്പോൾ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് അപ്പം തന്നെ കാണാൻ പറ്റുമല്ലോ. അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോ വരുന്നവരെ ബൈ.